ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. ഇവിടെ അടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അവിടെ ശനിയാഴ്ച വളരെ തിരക്കുള്ള ദിവസമാണ്. നീരാഞ്ജനം നടത്തുന്ന അമ്പലമാണ്. ഒരുപാട് ശനിദോഷത്തിനൊക്കെ എല്ലാവരും നീരാഞ്ജനം നടത്തുമല്ലോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് നീരാഞ്ജനമൊക്കെ നടത്തും. അവിടെ കഞ്ഞി സദ്യയൊക്കെ ഉണ്ട് ശനിയാഴ്ച. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. ഞങ്ങളുടെ വീട്ടിൽ അടുത്ത് തന്നെ ഉള്ളതാണ്. അവിടെ പോയി തൊഴുതിട്ടൊക്കെ വന്നതേ ഉള്ളൂ. പിന്നെ കടകളിലൊക്കെ ഇപ്പോൾ സ്കൂൾ തുറപ്പിൻ്റെ ബഹളം തുടങ്ങിയല്ലോ. കുട്ടികൾക്ക് ബാഗ്, ബുക്ക്, യൂണിഫോം, സ്കൂളിൽ നിന്നൊക്കെ യൂണിഫോം ഒക്കെ എല്ലാവർക്കും കിട്ടിക്കാണും. അമ്മമാരൊക്കെ നല്ല തിരക്കിലായിട്ടുണ്ടല്ലേ സ്കൂൾ തുറക്കുന്നതിൻ്റെ. കൊച്ചു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ നല്ല ഭയങ്കര തിരക്കിൻ്റെ ഒരു സമയമാണ്. എല്ലാവർക്കും ബുക്ക് മേടിക്കണം, അതുപോലെ സ്കൂളിൽ നിന്ന് പുസ്തകം മേടിക്കണം, ബാഗ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം. അങ്ങനെ എല്ലാ അമ്മമാരും വലിയ തിരക്കിലായിരിക്കും ഇപ്പം. ഇനിയിപ്പോൾ സ്കൂളിൽ മാറ്റാനുള്ള കുട്ടികളെ അപ്പുറം വേറെ സ്കൂളിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെയൊക്കെ TC വാങ്ങിക്കാൻ പോകുന്നതും എല്ലാം. അച്ഛന്മാരെക്കാളും കൂടുതൽ ഇതിനൊക്കെ ഓടി നടക്കുന്നത് അമ്മമാരാണ് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് അനുഭവപ്പെട്ടുള്ളതും അങ്ങനെയാണ്. എല്ലാ കാര്യത്തിനും മക്കളുടെ കാര്യത്തിനും ഞാനായിരുന്നു ഓടി നടന്നിട്ടുള്ളത്. അദ്ദേഹം പ്രോഗ്രസ് കാർഡിൽ പോലും ഒപ്പിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിനും ഞാൻ ഓടിയാണ് നടന്നിട്ടുള്ളത്. ഇപ്പം മക്കളൊക്കെ വലുതായി, കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്കും ജോലിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ റെസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ റെസ്റ്റ് എടുക്കും. കുറച്ചൊന്ന് കുട്ടികളുടെ കൂടെ ഓടിക്കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അമ്മമാർ തന്നെ മുൻകൈ എടുത്ത് നടന്നാൽ മാത്രമേ അതിലൊക്കെ എല്ലാ വിധത്തിലും ഒരു കുട്ടികൾക്കൊരു താങ്ങും തണലുമായിട്ട് നമ്മൾ നിന്നേ പറ്റുള്ളൂ. ട്യൂഷനൊക്കെ കൊണ്ടാക്കണം അടുത്ത വർഷത്തേക്കുള്ള. അങ്ങനെ പല ഡ്യൂട്ടികളാണ് അമ്മമാർക്ക്. അല്ലാതെ ഒരു വീട്ടിലെ കാര്യം മാത്രമല്ലല്ലോ അമ്മമാർ ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ അമ്മമാർക്ക് ഇത്രയും ഇതൊന്നുമില്ല. ഏതെങ്കിലും സ്കൂളിൽ നിന്ന് നമ്മളെ ചേഞ്ച് ചെയ്യണം, മാറ്റണമെങ്കിൽ മാത്രം അമ്മയോ അച്ഛനോ വരും, അങ്ങോട്ടൊന്നും മാറ്റും. അല്ലാതെ ബുക്ക് മേടിക്കുന്നതും നമ്മൾ, പുസ്തകം സ്കൂളിൽ പോയി മേടിക്കുന്നതും നമ്മൾ, ബാഗൊന്നും പിന്നെ മേടിക്കാറേ ഇല്ല. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാനൊക്കെ ഈ തുണി സഞ്ചി ഉണ്ടല്ലോ, തോളയിൽ ഇങ്ങനെ എടുത്തൊരു സഞ്ചി, പണ്ടത്തെ ബുദ്ധിജീവികളൊക്കെ എടുത്ത സഞ്ചി, അതായിരുന്നു ഞങ്ങളൊക്കെ കൊണ്ടുപോകും. അന്നത്തെ ഫാഷൻ അതായിരുന്നു കുറേ നാൾ. അതിനു മുമ്പൊക്കെ ബുക്ക് കൈ പിടിച്ചുകൊണ്ട് പോകുമോ. അടുത്ത സ്കൂൾ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് LP സ്കൂളുള്ളത്. അപ്പോഴും നമുക്ക് അധികം ബുക്കൊന്നും ബാഗിലൊന്നും കൊണ്ടുപോകണ്ട. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഡെസ്കിൻ്റെ അവിടെ വെച്ചിട്ട് പഠിച്ചിട്ട് പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. പിന്നെ അപൂർവമായിട്ടെങ്ങാനും ചില വർഷങ്ങളിൽ ബാഗ് മേടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയുള്ളൊരു സ്കൂളിലാണ് നമ്മൾ പോകുന്നത്. 2-3 കിലോമീറ്റർ അകലെയാണ്. അവിടെ പോകുമ്പോൾ മാത്രം ബാഗ് ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മ, അത്രയ്ക്ക് ബാഗ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു സഞ്ചിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോലത്തെ ബാഗ് ഏതാണ്ടോ ഉണ്ട്. അതിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ ഒരു 8ാം ക്ലാസ് മുതലുള്ള ഓർമ്മയിൽ ഈ സൈഡിൽ കൂടെ തൂക്കിയിടുന്ന ഒരു തുണിസഞ്ചി പോലത്തെ അതിൽ കൊണ്ടുപോകുന്നതാണ് ഓർമ്മ. അന്നൊന്നും അത് വാങ്ങിച്ച് തരാനും അങ്ങനെ എല്ലാ കുട്ടികളും ഒരേപോലെ ബാഗ് വേണം, കുട വേണം, അങ്ങനെയൊന്നും ആരുടെയിലും അങ്ങനെ പൈസയില്ല അങ്ങനെ വാങ്ങിക്കാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അമ്മമാരായാലും അച്ഛന്മാരായാലും പൈസ ഉള്ളവരാണെങ്കിൽ അതേപോലെ വാങ്ങിക്കൊടുക്കും. പൈസ ഇല്ലാത്ത കുട്ടികളുടെ അച്ഛനമ്മമാരാണെങ്കിൽ പലിശക്കെടുത്തോ അല്ലെങ്കിൽ റോൾ ചിട്ടിയെടുത്തോ എങ്ങനെയായാലും കുട്ടികളുടെ ആഗ്രഹം അവർ സാധിച്ചു കൊടുത്തിരിക്കും. നല്ല യൂണിഫോം മേടിച്ചു കൊടുക്കും. അതേപോലെ സ്കൂളിൽ നിന്നൊക്കെ പിന്നെ സൗജന്യ യൂണിഫോം ഉണ്ടല്ലോ ഇപ്പം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ യൂണിഫോം ഒന്നും ഇല്ല. സ്കൂൾ തുറക്കുന്നതിനന്ന് പുതിയ ഉടുപ്പും പാവാടയും, അത് ഓണത്തിനെങ്ങാണമൊക്കെ വാങ്ങിച്ചത് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഉടുപ്പ് കഷ്ടിച്ച് ആർക്കെങ്കിലും വാങ്ങിച്ച് തരുന്ന അല്ല അങ്ങനെ ഇടുന്നെങ്കിലും ഉണ്ട്. അതിട്ടുകൊണ്ടാണ് സ്കൂൾ തുറക്കുന്നതിനന്ന് പോകുന്നത്. പിന്നെ കഴിവതും സ്കൂൾ തുറക്കുന്നതിനന്ന് പുതിയ ഉടുപ്പും പാവാടയും മേടിച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മിക്കവാറും മഴയായിരിക്കും. മഴയത്ത് ഇട്ടുകൊണ്ട് പോയി കളറൊക്കെ ഇളവി ബെറ്റിക്കോട്ടിലൊക്കെ ആ കളറൊക്കെ പിടിച്ചായിരുന്നു വരുന്നത്. എന്നുവെച്ചാൽ കുട കാണത്തില്ലല്ലോ, എല്ലാവർക്കും ഒന്നും കുടയില്ല. കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ വാഴയില ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതൊന്നും അന്നൊരു നാണക്കേടൊന്നും അല്ല. നമ്മൾ ഒരു വാഴയില അങ്ങനെ ആരെങ്കിലും ഒരു കുട്ടി പിടിച്ചുകൊണ്ട് പോയാൽ ബാക്കി കുട്ടികളും കൂടെ ആ വാഴയിലക്കകത്തോട്ട് അങ്ങ് കയറി നടന്നു പോകും. പിന്നെ അതുപോലെ മഴ നനഞ്ഞാലും പനിയൊന്നുമില്ല. സ്ഥിരം മഴ നനയുകയാണല്ലോ, അതുകൊണ്ട് നമുക്കാർക്കും മഴ നനഞ്ഞ് പനി വരുമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും കുട്ടികൾക്ക് മഴ നനഞ്ഞുകൂടാ, വെയിൽ കൊണ്ടുകൂടാ, വെയിൽ കൊണ്ടാൽ ഉടനെ പനി, മഴ നനഞ്ഞാൽ പനി, അങ്ങനെ എന്തെല്ലാം പാടുകളാണ്. നമ്മളൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മഴ നനയുകയാണെങ്കിൽ മഴ നനയും. പിന്നെ ബുക്കൊക്കെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കും.
അതേപോലെ ബുക്ക് പൊതിയുന്ന പേപ്പർ അതൊന്നും അന്ന് നമ്മൾ കൂടുതലും ന്യൂസ് പേപ്പർ, അത് പേപ്പർ തന്നെ എല്ലാ വീട്ടുകളിലൊന്നും വരുത്തത്തില്ല. ആരുടെയും വീട്ടിൽ വരുത്തുന്നെങ്കിൽ മേടിക്കും. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ എൻ്റെ അച്ഛൻ പത്രം വായനയുടെ ആളായതുകൊണ്ട് കുറഞ്ഞതൊരു 3-4 പത്രം, കേരളാവധി, മാതൃഭൂമി, അത് എവിടെന്നെങ്കിലും രണ്ട് പത്രങ്ങളും ഞങ്ങളുടെ വീട്ടിൽ കാണും. അതല്ലെങ്കിൽ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പത്രത്തിന് ക്ഷാമമില്ലായിരുന്നു. അപ്പോൾ പത്രം എടുത്ത് പൊതിയാറുണ്ട്. അതുപോലെ പിന്നെ മിക്കവാറും കുട്ടികൾ കലണ്ടറായിരുന്നു. നമ്മുടെ ഈ ഒരു വർഷത്തെ കലണ്ടറില്ലേ, ആ കലണ്ടറിലാണ് മിക്കവാറും നമ്മുടെ അടുത്തുള്ള ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള കുട്ടികൾ പോലും കലണ്ടർ വെച്ചായിരുന്നു ബുക്ക് പൊതിഞ്ഞുകൊണ്ട് വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് ഈ ബുക്ക് പൊതിയുന്ന പേപ്പർ മേടിക്കണം, പിന്നെ നെയിം സ്ലിപ്പ് വേണം. നെയിം സ്ലിപ്പൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 10ാം ക്ലാസ്സിലോ 9-ലോ 10-ലോ ഒക്കെ എത്തുമ്പോഴാണ് ഈ നെയിം സ്ലിപ്പൊക്കെ വന്നു തുടങ്ങിയത്. പൂമ്പാറ്റയുടെയോ ചിത്രശലഭത്തിൻ്റെയൊക്കെ പടമുള്ള ഒരു നെയിം സ്ലിപ്പ്, അത് തന്നെ നമുക്ക് കൊതിയാണ്. അടുത്തിരിക്കുന്ന ചില കുട്ടികളൊക്കെ ഒട്ടിച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് അത് വാങ്ങിക്കണമെന്നും ഒക്കെ ഉള്ളൊരു കൊതിയോടുകൂടി നമ്മളത് നോക്കും. അതിൽ തന്നെ ഒരു 1-2 നെയിം സ്ലിപ്പ് കിട്ടിയാൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ബുക്കിനകത്തൊക്കെ ഒട്ടിക്കും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയാം. പക്ഷേ ഞാനിത് പറയുന്നത് എൻ്റെ ഏജിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. നെയിം സ്ലിപ്പ് ഉൾപ്പെടെയാണ് കുട്ടികളുടെ അമ്മമാരെ വാങ്ങിക്കുന്നത്. അത് പള്ളിക്കൂടം തുറക്കുന്നതിന് മുമ്പേ അതെല്ലാം പൊതിഞ്ഞ് അതേപോലെ അതിൻ്റെ പേരൊക്കെ എഴുതി. എൻ്റെ കുട്ടികളൊക്കെ ആയപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ നെയിം സ്ലിപ്പും ഇതെല്ലാം വാങ്ങിക്കണമായിരുന്നു. എല്ലാം പൊതിയുന്ന പേപ്പറും എല്ലാം വാങ്ങിച്ച് പൊതിഞ്ഞ് അതൊക്കെ ഒരേപോലെ ആക്കിയൊക്കെ പിള്ളേർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പഴയ കാലവും കിട്ടി, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും കിട്ടിയിട്ടുണ്ട്. പഴയ പാളയിൽ വെള്ളം കോരി കുടിക്കുന്ന അതുകൊണ്ട് നമുക്ക്, അതേപോലെ ഇപ്പം പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതുണ്ട്. പിന്നെ ചൂടുവെള്ളം വരുന്നത് കാണാൻ പറ്റി, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റി. പണ്ടാണെങ്കിൽ നമ്മൾ ലെറ്റർ എഴുതുക അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അതൊന്നുമില്ല. അങ്ങനെ ഈ 2 കാലഘട്ടവും കൂടെ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ തലമുറകളാണ് ഞങ്ങളുടെ പോലെയുള്ള ഈ 70s 80s ഒക്കെ ഉള്ള ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. 90s വരെ എനിക്ക് തോന്നുന്നു പഴയ കാലങ്ങൾ ഏകദേശം 85 വരെയൊക്കെ ഉള്ളൂ. ഒരു വയലും തോടും അതിൽ പോയി കളിക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ സ്വാതന്ത്ര്യവും ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ തോട്ടിലൊക്കെ പോയി കിടന്ന് ചാടുകയും കുളിക്കുകയും പിന്നെ പുല്ല് പറിക്കുകയും പശുവിന് ഉണ്ടെങ്കിൽ പശുവിന് പുല്ല് പറിക്കുക, അങ്ങനെയൊക്കെ നമ്മളൊക്കെ അതിൻ്റെ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾക്കുള്ള കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു ആസ്വാദനമൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് ഈ ഒരു യന്ത്രയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ് അവർക്ക്. പിന്നെ അവർക്ക് അതിൻ്റേതായ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്താൽ നമുക്ക് എല്ലാം ഒന്നും അതിനകത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ കയ്യിലോട്ട് ആ മൊബൈലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ ഡൗൺലോഡ് ചെയ്യുകയും വായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവർക്ക് അതിൻ്റേതായ ഒരു കഴിവാണ് കുട്ടികൾക്ക്. അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധി കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. നമുക്ക് പിന്നെ ഈ 2 കാലഘട്ടങ്ങളും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ തലമുറയാണ് നമുക്ക്. അതേപോലെ വിളക്കൊന്നും എല്ലാ വീട്ടുകളിലൊന്നും ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ഉള്ള വീടുകളിൽ പിന്നെ കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് അന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്. പിന്നെ തൊട്ടടുത്തൊക്കെ കുറേ വീട്ടുകളിൽ ഇല്ലായിരുന്നു അന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീടാണ് അവിടെയൊക്കെ കറണ്ട് വന്നത്. അന്നൊക്കെ ഈ പോസ്റ്റ് ഇടുന്നതിന് ഒരു വീട്ടിൽ നിന്ന് ഒരു വീടിനടുത്തോട്ട് പോസ്റ്റ് ഇടാനൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ വേണ്ടിയോണ്ട് ഇത് കണക്ഷൻ കൊടുക്കാനൊക്കെ ഒരുപാട് പൈസ ആവുന്നതുകൊണ്ട് അവരന്ന് പോസ്റ്റ് ഇടാതെ ഇരുന്ന് കറണ്ട് ഇല്ലാതിരിക്കുമായിരുന്നു. പിന്നെ പോസ്റ്റൊക്കെ 2-3 പോസ്റ്റൊക്കെ ഇട്ട് അല്ല. ഇപ്പം പിന്നെ അങ്ങനെ ഒരു ആലോചിക്കാൻ പോലും വയ്യ. കറണ്ടില്ലാത്ത ഒരു വീട് പോലും ഇല്ല. അങ്ങനെ ഒരു കണക്കിന് ഗുണവും ഒരു കണക്കിന് ദോഷങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ കാലഘട്ടത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഒരേപോലെ ആയിരുന്നു. അതേപോലെ യൂണിഫോമൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നീല പാവാടയും വെള്ള ഷർട്ടുമായിരുന്നു. അത് ഏതൊക്കെ 1-2 ദിവസങ്ങളിലൊക്കെ ഇട്ടാൽ മതി. ബുധനാഴ്ചയോ PT ഉള്ള ദിവസമൊക്കെ ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഒന്നും യൂണിഫോം ആയിട്ടില്ല. ഇപ്പം പിന്നെ യൂണിഫോം എല്ലാ ദിവസവും വേണം. പിന്നെ ചില സ്കൂളുകളിലൊക്കെ ജെൻഡർ യൂണിഫോം ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു വേർതിരിവില്ലാത്ത രീതിയിലുള്ള യൂണിഫോം ആയിട്ടുണ്ട്. പിന്നെ കളർ ഡ്രസ്സൊന്നും കുട്ടികൾക്ക് ഇവിടെ അപൂർവമായിട്ട് വല്ല ബർത്ത്ഡേക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ അങ്ങാനും ഏതോ ഒരു ദിവസം അങ്ങാണ്ട് കളർ ഡ്രസ്സ് കൊച്ചു കുട്ടികൾക്ക് ഇടാമെന്ന് പറയുന്നുണ്ട്. അല്ലാത്ത എല്ലാ ദിവസവും യൂണിഫോം തന്നെ ഇടണം. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടേതായ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച കുട്ടികൾക്ക് അതിൻ്റേതായ ഒരു സ്നേഹവും സന്തോഷവും അന്നത്തെ കൂട്ടുകാർ തമ്മിലൊരു സൗഹാർദ്ദവും
ഒക്കെ എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കും സ്നേഹമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അവർ ഫ്രണ്ട്സിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. ബന്ധുക്കളോടും പിന്നെ വീട്ടിലുള്ളവരോടും ഒക്കെ സ്നേഹമുള്ളതിനേക്കാളും കൂടുതൽ അവരുടെ ഫ്രണ്ട്സിനോട് അവർക്ക് സ്നേഹം കൂടുതലാണ്. നമ്മളുടെ കാലഘട്ടത്തിൽ ബന്ധത്തിനൊക്കെ വളരെ വിലയും അതേപോലെ അധ്യാപകരോടും ഒക്കെ വളരെ ഒരു പേടിയും ഇതൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തെ സ്കൂൾ ജീവിതം. അതൊക്കെ എനിക്കിപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ കടകളിലൊക്കെ തിരക്ക് കണ്ടപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അത് എല്ലാം നല്ലതാണ് എന്ന് വിചാരിക്കാം, എല്ലാം നല്ലതിനാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള കുട്ടികളാണ്. അതുപോലെ അവർക്ക് അധ്യാപകരോടൊക്കെ സ്നേഹമുള്ള കുട്ടികളും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ലഹരി അതിനകത്തൊക്കെ ചെന്ന് പെടാതെ കുട്ടികൾ നല്ല രീതിയിൽ വരണമെങ്കിൽ തന്നെ അമ്മമാരായാലും അച്ഛന്മാരായാലും നന്നായിട്ട് അവരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പണ്ട് നമ്മളെയൊന്നും അധികം അമ്മയും അച്ഛനും ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും നമുക്കതിൻ്റെ നേർവഴി കണ്ട് നടന്നു പോകാനുള്ള കഴിവ് നമുക്ക് സ്വയം നമ്മൾ ആ കുട്ടിക്കാലത്ത് തന്നെ ആർജിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ അത് അച്ഛനും അമ്മയും നന്നായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ എപ്പോഴാണ് വഴിതെറ്റി പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടവും കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നന്നായി വരട്ടെ. പുതിയ അധ്യയന വർഷം തുറക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും അവരുടെ പഠന നിലവാരമൊക്കെ നന്നായിട്ട് ഉയർന്ന് അതുപോലെ അവർ നല്ല നിലകളിലൊക്കെ എത്താൻ സഹായിക്കട്ടെ. പുതിയ ജീവിതം, പുതിയ ക്ലാസ്സുകൾ ഇതിൽ തുടങ്ങുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് 1-ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ സന്തോഷവും അവരുടെ സ്കൂളിനോടുള്ള ആദ്യം കാണുമ്പോഴുള്ള പേടിയും ഒക്കെ അങ്ങ് മാറി അവർ ആ സ്കൂളുമായിട്ട് ഇണങ്ങിച്ചേർന്നൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമൊക്കെ അവർക്കും അനുഭവിക്കാൻ കഴിയട്ടെ. അങ്ങനെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹാശസ്സുകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.